നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകക്രമം മാറ്റിയെഴുതുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇതുവരെ നമ്മൾ കേട്ടിരുന്നത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള DNA ബന്ധം. സൗദി അറേബ്യയിൽ ഉടൻ നടക്കുന്ന യുക്രൈൻ സമാധാന ചർച്ചകൾ. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ ചൊവ്വാഴ്ച സൗദി അറേബ്യയിൽ നടക്കും. റഷ്യൻ പ്രസിഡന്റ് പുതിന്റെ അന്താരാഷ്ട്ര ഒറ്റപ്പെടലുകൾ അവസാനിപ്പിക്കുമെന്ന വാഗ്ദാനമാണ് ട്രംപ് പുതിന് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്. യൂറോപ്പിനെ പ്രതിരോധിക്കാൻ അമേരിക്ക ഏതറ്റം വരെ പോകും? പുതിനിലേക്കുള്ള അമ്പരപ്പിക്കുന്ന അടുപ്പം, അതാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ചുവട്. ട്രംപ് മുൻകൈയെടുത്ത് നടത്തുന്ന ഈ സമാധാന ചർച്ചകളിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്ന് പാരീസിൽ ഫ്രാൻസ് അടിയന്തര യോഗത്തിലേക്ക് പ്രധാന നേതാക്കളെ ക്ഷണിച്ചു. റഷ്യ എന്ന ഏകാധിപത്യ അയൽക്കാരൻ യുക്രൈന്റെ പരമാധികാര പ്രദേശം ആക്രമിച്ച് യുദ്ധകുറ്റങ്ങൾ നടത്തി, സിവിലിയൻ കൂട്ടക്കൊലകൾ നടത്തി ജനങ്ങളുടെ മേൽ നാശം വിതച്ചു. ഇതിനിടയിലാണ് ഒരു രാഷ്ട്രമെന്ന നിലയിൽ അതിന്റെ നിലനിൽപ്പിന് നിർണായകമായ ചർച്ചകളിൽ യുക്രൈനെ ഭാഗമാക്കില്ല എന്ന് ട്രംപ് പറയുന്നത്. ഇന്നലെ അമേരിക്കയിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, പുതിനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ അതിവേഗം മുന്നോട്ടു പോകുന്നു. യുക്രൈനുമായി ഒരു സമാധാനം സ്ഥാപിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. യുക്രൈൻ സംബന്ധിച്ച് അമേരിക്കയും റഷ്യയും ചേർത്തെടുക്കുന്ന തീരുമാനം താൻ അംഗീകരിക്കില്ല എന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ സെലൻസ്കിയുടെ ഈ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ സെലൻസ്കിയെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ചർച്ചകളായിരിക്കും നടത്തുക എന്ന് ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം നൽകി. മോസ്കോയുമായി വളരെ അടുത്ത ആത്മബന്ധം പുലർത്തുന്ന രാജ്യമാണ് സൗദി അറേബ്യ, അമേരിക്കയുടെ ഉറ്റ സുഹൃത്ത്. ചർച്ചകളിൽ US പ്രതിനിധി സംഘത്തെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ്, മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവർ നയിക്കും. കഴിഞ്ഞയാഴ്ച പുതിനുമായുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഫോൺ കോൾ. ഇതിനെ തുടർന്നാണ് സമാധാന ചർച്ചകൾക്കുള്ള കളം നിറഞ്ഞത്. ആത്യന്തികമായ ഒരു ഫോൺ കോൾ സമാധാനം സ്ഥാപിക്കുന്നില്ല. ഒരു ഫോൺ കോൾ ഇതുപോലെ സങ്കീർണമായ ഒരു യുദ്ധത്തിന് പരിഹാരമാകില്ല, പക്ഷേ സമാധാനത്തിന്റെ തുടക്കമാകും എന്ന് ട്രംപ് വ്യക്തമാക്കി. സെലൻസ്കിയെ സമാധാന ചർച്ചകളിൽ ഉൾപ്പെടുത്തില്ല എന്ന ട്രംപിന്റെ ആദ്യ സൂചനകൾ, പക്ഷെ പിന്നീട് അത് വഴിമാറി. കീവ് സമാധാന ചർച്ചകളിൽ ഉൾപ്പെടുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ മറുവശത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ നടക്കുന്ന സമാധാന ചർച്ചകളിൽ പങ്കാളികളാവില്ല. യുക്രൈൻ ആക്രമിക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് തന്നെ അവർ കൂടി പങ്കെടുക്കുന്ന സമാധാന ചർച്ചകൾ മാത്രമേ വിജയം കാണൂ എന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നു. പുതിനും റഷ്യയ്ക്കുമേൽ വലിയ തോതിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ യുക്രൈന് വേണ്ടി അവർ നൽകിയ ശ്രമങ്ങളെ കാണാതിരുന്നുകൂടാ എന്ന് ട്രംപിനോട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പറയുന്നു. കഴിഞ്ഞ കുറേ കാലമായി ട്രംപും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും തമ്മിൽ വളരെ അകന്ന മാനസികാവസ്ഥയിലാണ്. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തിയിരുന്നു. അതിൻ്റെ കലിപ്പ് ഇപ്പോഴും ട്രംപിന് തീരുന്നില്ല. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ തങ്ങളുടെ ശത്രുവായി റഷ്യയ്ക്ക് നേരെയല്ല ആക്രമണങ്ങൾ തിരിക്കേണ്ടത്, സ്വന്തം രാജ്യത്തിനുള്ളിൽ നിങ്ങളുടെ ശത്രുക്കളുണ്ട് എന്ന് പലവട്ടം ട്രംപ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പുതിനുമായി ഒരു ബന്ധം സ്ഥാപിക്കാനാണ് പുതിയ US പ്രസിഡന്റിന്റെ നിശ്ചയമെങ്കിൽ വരും മാസങ്ങളിൽ ഈ ദുഷ്ടയുദ്ധം അവസാനിക്കില്ല എന്നാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പ്രതികരിച്ചിരിക്കുന്നത്. റഷ്യൻ നേതാവിനെ ന്യായീകരിക്കുകയും യുക്രൈന്റെ മനോവീര്യം കുറയ്ക്കുകയും ചെയ്തുകൊണ്ടുള്ള സമാധാന ചർച്ചകൾ വിജയകരമാകില്ല എന്ന നിലപാടാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക്. പുതിനുമായുള്ള ട്രംപിന്റെ ഫോൺ സംഭാഷണം ഒരു തെറ്റാണ് എന്ന് താൻ കരുതുന്നുവെന്നാണ് പോളിഷ് വിദേശകാര്യമന്ത്രി റാഡക് സിക്സ്കോസ്കി പറയുന്നത്. എന്നാൽ ഒരു കരാറിന്റെ ഭാഗമായി യൂറോപ്യൻ സൈനികർ യുക്രൈനിൽ ഉണ്ടാവണമെന്ന് ട്രംപ് നിഷ്കർഷിക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ സഹകരണം ആവശ്യപ്പെടുന്ന ട്രംപ് സമാധാന ചർച്ചകളിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കേണ്ടി വരുമെന്നാണ് പോളിഷ് വിദേശകാര്യമന്ത്രി പറയുന്നത്. ട്രംപ് പുതിനുമായി ഏകപക്ഷീയമായ ഒരു കരാറിൽ എത്തുകയും അത് നിയമവിരുദ്ധമായ അധിനിവേശത്തെ സ്വാധീകരിക്കുകയും ചെയ്താൽ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക്. റഷ്യ പിടിച്ചെടുത്ത എല്ലാ ഭൂമിയും യുക്രൈന് തിരിച്ചു നൽകും എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും റഷ്യൻ പ്രസിഡന്റിന് കീഴടങ്ങുന്ന നയമാണ് ഇപ്പോൾ ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന കുറ്റപ്പെടുത്തൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നുയരുന്നു. ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ഒരു സമാധാന കരാറിലെത്തിയാലും യുക്രൈന് നാറ്റോ അംഗത്വം നിഷേധിക്കുന്ന തലത്തിലാവും കാര്യങ്ങളെത്തുക. ഇത് സംബന്ധിച്ച് പുതിന് ചില ഉറപ്പുകൾ ട്രംപ് കൊടുത്തിട്ടുണ്ട് എന്ന സൂചനകളും പുറത്തുവരുന്നു. യുദ്ധ കുറ്റവാളി എന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ മുദ്രകുത്തിയ പുതിനെ
പൂർണ്ണമായും രക്ഷിച്ചെടുക്കുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ ട്രംപ് നടത്തുന്നത്. 2014 റഷ്യ ക്രിമിയ പിടിച്ചടക്കിയതിനെ തുടർന്ന് റഷ്യയെ പുറത്താക്കിയതിനു ശേഷം വ്യാവസായിക രാജ്യങ്ങളുടെ G8 ഗ്രൂപ്പിലേക്ക് റഷ്യ മടങ്ങിവരണമെന്നിപ്പോൾ ട്രംപ് ആവശ്യപ്പെടുന്നു. യുക്രൈനുമായി ബന്ധപ്പെട്ട് യൂറോപ്പുമായുള്ള മുൻ ഭരണകൂടത്തിന്റെ ഏകോപനത്തെ ട്രംപ് നിരസിച്ചിരിക്കുന്നു. ജർമ്മൻ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തീവ്ര വലതുപക്ഷ കുടിയേറ്റ വിരുദ്ധ AfD പാർട്ടിയുടെ നേതാവിനെ കാണാനുള്ള ട്രംപിന്റെ തീരുമാനം ഇത് യൂറോപ്യൻ നേതാക്കളെ പിടിച്ചുകുലുക്കുന്നു. ട്രംപ് വലതു കക്ഷികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന ഭയമാണിപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഭൂഖണ്ഡത്തിലെ പരമ്പരാഗത സുരക്ഷയുടെ ഉടമസ്ഥാവകാശം യൂറോപ്യന്മാർ ഏറ്റെടുക്കേണ്ട സമയമായി എന്ന് ചില നേതാക്കൾ പരസ്യമായി പറയുന്നു. കഴിഞ്ഞയാഴ്ച ബ്രസൽസിൽ ഹെസ്കത്ത് നൽകിയ മുന്നറിയിപ്പ് നാറ്റോയോടും അതിന്റെ സുരക്ഷയോടുമുള്ള ട്രംപിന്റെ വിരോധത്തിന്റെ അടയാളമായി കണക്കാക്കുന്നു. ഇതെല്ലാം പുതിന് ഇഷ്ടപ്പെട്ട സംഗതികളാണ്. ട്രംപ് നടത്തുന്ന ഇടപെടലുകൾ നാറ്റോയെ കൂടുതൽ ദുർബലമാക്കുന്നത്, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ഐക്യം ഇല്ലാതാക്കുന്നത്. നേരത്തെ അന്താരാഷ്ട്ര തലത്തിൽ ഒരു പരിഹാസ്യ കഥാപാത്രമായി അവതരിപ്പിച്ചിരുന്ന പുതിന് വീണ്ടും അംഗീകാരമുണ്ടാക്കുന്ന നടപടികളാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന കുറ്റപ്പെടുത്തലുകൾ ഇപ്പോൾ നാറ്റോ രാജ്യങ്ങളിൽ നിന്ന് ശക്തമായി ഉയരുന്നു. അറ്റ്ലാന്റിക് സമുദ്രബന്ധങ്ങളിലെ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ജർമ്മനി, ബ്രിട്ടൻ, ഇറ്റലി, പോളണ്ട്, സ്പെയിൻ, നെതർലൻഡ്സ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളുടെ നേതാക്കളുമായും യൂറോപ്യൻ കൗൺസിൽ, യൂറോപ്യൻ കമ്മീഷൻ, നാറ്റോ സെക്രട്ടറി ജനറൽ എന്നിവരുമായും ഇന്ന് ഒരു അനൗപചാരിക യോഗം വിളിക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ശ്രമിച്ചതും ട്രംപിന്റെ വിമർശനങ്ങൾക്കിടവരുത്തി. രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷമുള്ള നീണ്ട 80 വർഷങ്ങൾ ഇക്കാലത്ത് ലോകരാജ്യങ്ങൾ പുലർത്തിയ സുരക്ഷാ നയത്തോടുള്ള ട്രംപിന്റെ വെല്ലുവിളിയാണിപ്പോൾ കാണുന്നത് എന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പറയുന്നു. യൂറോപ്പ് ഒരിക്കൽ അമേരിക്കയുടെ DNA ഭാഗമായിരുന്നു. ഇന്നലെ വരെ അങ്ങനെയാണ് യൂറോപ്പും അമേരിക്കയും ഒരുമിച്ച് കഴിഞ്ഞിരുന്നത്. പ്രതിരോധ ബജറ്റുകൾ വെട്ടിച്ചുരുക്കി നാറ്റോയെ ദുർബലമാക്കുന്ന നടപടികൾക്ക് ഇപ്പോൾ ട്രംപ് തുടക്കമിട്ടു. ട്രംപിനെ അനുനയപ്പെടുത്താനുള്ള നീക്കങ്ങൾ മറുവശത്ത് ചില യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ തുടരുന്നു. വരും ദിവസങ്ങളിൽ ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ പദ്ധതിയിടുകയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ഏതൊരു സമാധാന കരാറിന്റെയും ഭാഗമായി യുക്രൈനിലേക്ക് ബ്രിട്ടീഷ് സൈന്യത്തെ അയക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങൾ ഇനി നമ്മുടെ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കേണ്ടി വരും. നാറ്റോയിൽ കൂടുതൽ പങ്ക് വഹിക്കുകയും വേണം. അമേരിക്ക ഉൾവലിയുന്ന സാഹചര്യത്തിലാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഈ ആഹ്വാനം. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ കീഴിൽ മിഡിൽ ഈസ്റ്റ് കാര്യങ്ങളിൽ അതിന്റെ വർദ്ധിച്ചുവരുന്ന പങ്കിനെക്കുറിച്ച് ട്രംപ് കൃത്യമായി ബോധവാനാണ്. രാജകുമാരനും പുതിനും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. ഈ ബന്ധം ഉപയോഗിച്ച് യുക്രൈൻ കരാർ നടപ്പിൽ വരുത്തുകയാണ് ട്രംപിന്റെ ലക്ഷ്യം. മധ്യപൂർവ്വദേശത്തിന്റെ ഭൗമരാഷ്ട്രീയം പുനർനിർമ്മിക്കുന്നതിനും ഇറാനെതിരെ ഒരു അറബ് മുന്നണി ശക്തിപ്പെടുത്തുന്നതിനും സൗദി രാജകുമാരന്റെ സഹായം വേണമെന്ന് ട്രംപിന് കൃത്യമായി അറിയാം. ഗാസയെ സ്വന്തമാക്കണമെങ്കിൽ സൗദി രാജകുമാരനൊപ്പമുണ്ടാകണം. ഗാസയെ സ്വന്തമാക്കി പുനർവികസിപ്പിക്കാനുള്ള പദ്ധതിക്ക് ഒരുവിധ വിട്ടുവീഴ്ചയുമില്ലാത്ത നീക്കങ്ങളാണ് ട്രംപ് നടത്തുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് നടത്തുന്ന നീക്കങ്ങൾ പൂർണ്ണമായും തങ്ങളെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറുന്നുവെന്നാണ് യുക്രൈന്റെ പരിഭവം. യൂറോപ്യൻ നേതാക്കൾ യുക്രൈനിൽ അടിയന്തര ഉച്ചകോടി നടത്തുന്നു. ഇത് സംബന്ധിച്ച ഉച്ചകോടി നടന്നതായി എലീസി കൊട്ടാരം പിന്നീട് സ്ഥിരീകരിച്ചു. US-നെയും യൂറോപ്പിനെയും ഒക്കെ ഒരുമിച്ച് നിർത്താൻ UK പരമാവധി പ്രവർത്തിക്കുമെന്നാണ് UK പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. ട്രംപ് പുടിനും ചേർത്തൊരുക്കുന്ന ഒരു വൃത്തികെട്ട കരാറിനെ യൂറോപ്പ് ഭയപ്പെടുന്നുവെന്ന് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ പറയുന്നു. ഒരു വശത്ത് ഇസ്രായേലിനെ ചേർത്തുപിടിക്കുന്ന ഡൊണാൾഡ് ട്രംപ്, എന്നാൽ മറുവശത്ത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് അത്ര കണ്ട് പ്രതിപത്തി അദ്ദേഹം പുലർത്തുന്നില്ല. അമേരിക്കയെ ഊറ്റിക്കുടുക്കുകയാണ് നാറ്റോ രാജ്യങ്ങൾ എന്ന പരിഭവം ട്രംപിൽ ശക്തമാണ്. റഷ്യയുമായുള്ള ഇടപെടലുകളിൽ സൗദി ചർച്ചകൾ ആദ്യപടിയാണ് എന്ന് റുബിയോ പറയുന്നു. ചുരുക്കത്തിൽ ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങളാണിപ്പോൾ ദൃശ്യമാകുന്നത്. ഒരു വശത്ത് റഷ്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ട്രംപ് ഒരുക്കുന്ന സമാധാന കരാർ. ഈ സമാധാന കരാറിൽ എത്രമാത്രം യുക്രൈൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും? മറുവശത്ത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി കൃത്യമായി അകലം പാലിക്കുകയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി വ്യക്തമായ ഒരു ചേരിതിരിവിലേക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ മാറുമോ? അങ്ങനെയെങ്കിൽ നാറ്റോ സഖ്യരാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയുടെ പിന്മാറ്റമുണ്ടാകുമോ? ലോകക്രമത്തിലെ വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ ദൃശ്യമാകുന്നതും. മിക്ക യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും തീവ്ര വലതുപക്ഷ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല എന്നതാണ് ട്രംപിന്റെ പരിഭവം. അതുകൊണ്ടാണ് ഇസ്രയേലിനെ ട്രംപ് ചേർത്തുപിടിക്കുന്നതും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ പഴിക്കുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.